നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു തൊഴിൽ തർക്കത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. 2025 IOKER 18. അതെ, സ്മിത ഫ്രാൻസിസ് എന്നൊരു തൊഴിലാളിയും ഷാസ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവും തമ്മിലുള്ള കേസാണിത്. അപ്പോ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ലേബർ കോടതി ആദ്യം സ്മിതയെ പിരിച്ചുവിട്ടത് നിയമവിരുദ്ധമാണെന്ന് കണ്ടു. എന്നിട്ട് അവരെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടു. ശരിയാണ്. പക്ഷെ കമ്പനി ആ വിധി അംഗീകരിച്ചില്ല. അവർ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. അതെ, ഈ കേസ് ഹൈക്കോടതിയിൽ നടക്കുന്ന സമയത്താണ് സ്മിത ഒരു അപേക്ഷ കൊടുക്കുന്നത്. എന്തായിരുന്നു അത്? അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിലെ സെക്ഷൻ 17B പ്രകാരമുള്ള ഒരു ആവശ്യമായിരുന്നു. അതായത്, കേസ് തീർപ്പാകുന്നതുവരെ തനിക്ക് അവസാനമായി കിട്ടിയ ശമ്പളം നൽകണം എന്നതായിരുന്നു ആവശ്യം. ഓക്കേ, പക്ഷെ അതിലൊരു വ്യവസ്ഥയുണ്ടല്ലോ അല്ലേ? മറ്റു വരുമാനമൊന്നും ഉണ്ടാകരുത്. അതെ അതെ. സ്മിത പറഞ്ഞത് തനിക്ക് 2011 മുതൽ വേറെ ജോലിയില്ല, വരുമാനമില്ല എന്നൊക്കെയാണ്. പക്ഷെ ഷാസ് ഹോംസ് അത് എതിർത്തു. അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് സ്മിതയ്ക്ക് സ്വന്തമായിട്ട് 2 ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, മാർലിൻ വാർഡ്രോബ്, സാഗ ദ ക്രാഫ്റ്റ് പീപ്പിൾ എന്നൊക്കെ പേരില്. അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ടെന്നും അവര് വാദിച്ചു. ഓഹോ, അപ്പോൾ ലേബർ കോടതിയുടെ ആദ്യത്തെ വിധി സ്മിതയ്ക്ക് അനുകൂലമായിരുന്നു. തിരിച്ചെടുക്കാനും മുൻകാല ശമ്പളത്തിന്റെ ഒരു ഭാഗം കൊടുക്കാനും. അതെ. പക്ഷെ ഹൈക്കോടതിയിലെ കേസ് വന്നപ്പോൾ ഈ 17Bയുടെ കാര്യം, അതായത് ഇടക്കാല ശമ്പളത്തിന്റെ കാര്യം, ഒരു പ്രധാന വിഷയമായി. ഈ സെക്ഷൻ 17B ഒന്നുകൂടി വ്യക്തമാക്കാമോ? എന്തിനാണ് ഈ നിയമം? പറയാം. ഇപ്പോ ലേബർ കോടതി ഒരാളെ തിരിച്ചെടുക്കാൻ പറഞ്ഞു എന്ന് വെക്കുക. തൊഴിലുടമ അത് സമ്മതിക്കാതെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ സ്റ്റേ വാങ്ങി എന്ന് കരുതുക. വരുമാനം വേണ്ടേ? അതിനുവേണ്ടിയാണ് ഈ സെക്ഷൻ 17B. അതായത്, കേസ് തീരും വരെ അവസാനമായി കിട്ടിയ ഫുൾ ശമ്പളം തൊഴിലുടമ കൊടുക്കണം. ഓക്കെ, പക്ഷെ ആ വ്യവസ്ഥ പ്രധാനമാണ്. മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്ത് മതിയായ വരുമാനം ഉണ്ടാകരുത്. എക്സാക്ട്ലി. adequate remuneration from employment in any establishment. ഇവിടെയാണ് ഈ കേസിന്റെ ഒരു ട്വിസ്റ്റ്. എന്താണ് ആ ട്വിസ്റ്റ്? ഷാസ് ഹോംസ് പറയുന്നത് സ്മിത തൊഴിൽ രഹിതയല്ല, അവർ സ്വന്തമായി ബിസിനസ് നടത്തുന്നു, ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്നു എന്നൊക്കെയാണ്. അതിന് തെളിവായിട്ട് ലൈസൻസും മറ്റു രേഖകളും കൊടുത്തു. അപ്പോൾ ഇവിടെ നിയമപരമായൊരു ചോദ്യം വന്നു. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നത് ഈ നിയമം പറയുന്ന മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന് തുല്യമാണോ? അതെ, അതാണ് പ്രധാന ചോദ്യം. സെക്ഷൻ 17Bയില് എംപ്ലോയിഡ് ഇൻ എനി എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്മിത വാദിച്ചത്, ഞാൻ സ്വയമായി ബിസിനസ് ചെയ്യുകയാണ്, അത് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് പോലെയല്ല, അതുകൊണ്ട് എനിക്ക് 17Bയുടെ ആനുകൂല്യം കിട്ടണമെന്നാണ്. ന്യായമായ വാദമാണല്ലോ. നിയമത്തിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. ശരിയാണ്. പക്ഷെ കോടതി നോക്കുന്നത് നിയമത്തിന്റെ അക്ഷരം മാത്രമല്ലല്ലോ, അതിന്റെ പിന്നിലെ ഉദ്ദേശം കൂടി നോക്കുവല്ലോ, ലെജിസ്ലേറ്റീവ് ഇന്റന്റ്. എന്തായിരുന്നു ഇവിടുത്തെ ഉദ്ദേശം? ഉദ്ദേശം ലളിതമാണ്. ഈ നിയമ പോരാട്ടം കാരണം ഒരു തൊഴിലാളിക്ക് വരുമാനമൊന്നുമില്ലാതെ കഷ്ടപ്പെടരുത്, ജീവിക്കാൻ ഒരു മാർഗമുറപ്പാക്കുക. അതാണ് ലക്ഷ്യം. അപ്പോ കോടതി എന്ത് നിലപാടെടുത്തു? സ്വയം തൊഴിലുണ്ടെങ്കിൽ ഈ ആനുകൂല്യം കിട്ടില്ലെന്നാണോ? കോടതി മുൻകാല വിധികൾ പരിശോധിച്ചു. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം, നോർത്ത് ഈസ്റ്റ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേസിൽ വന്ന ഒരു നിരീക്ഷണം. അത് ശമ്പള കുടിശ്ശികയെ പറ്റിയുള്ള കേസാണെങ്കിലും അവിടെ ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതില് സ്വയം തൊഴിലും ഉൾപ്പെടും എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഓക്കെ, ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്, അതായത് ലാഭകരമായ തൊഴിൽ. അതെ, ജീവിക്കാൻ ആവശ്യമായ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ, അത് ശമ്പളമുള്ള ജോലിയിൽ നിന്നായാലും സ്വന്തം ബിസിനസ്സിൽ നിന്നായാലും അത് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ 17Bയുടെ സംരക്ഷണം, അതായത് ജീവിക്കാൻ മിനിമം തുക ഉറപ്പാക്കുക എന്ന ലക്ഷ്യം, അതാവശ്യമുണ്ടോ? അതാണ് കോടതി ചിന്തിച്ചത്. അപ്പോ ഹൈക്കോടതി ഈ കേസിൽ പറഞ്ഞത് 17Bയിലെ എംപ്ലോയ്മെന്റ് എന്നതിൽ മതിയായ വരുമാനമുള്ള സ്വയം തൊഴിലും പെടാം എന്നാണോ? അതെ, പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു. വെറുതെ ഒരു ബിസിനസ് ഉണ്ടായാൽ പോരാ, അതിൽ നിന്ന് മതിയായ വരുമാനം കിട്ടണം. അതായത്, ആ വ്യക്തിക്ക് അവസാനമായി കിട്ടിയ ശമ്പളത്തിന് തുല്യമോ അതിൽ കൂടുതലോ വരുമാനം ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടാവണം. ശരി. അപ്പോ സ്മിതയുടെ കാര്യത്തിൽ ഈ മതിയായ വരുമാനമുണ്ടെന്ന് കോടതി കണ്ടെത്തിയോ?
അതെ, കമ്പനി കൊടുത്ത തെളിവുകൾ വെച്ച് ലൈസൻസുകൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്മിതയ്ക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മതിയായ വരുമാനമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അവസാനമായി കിട്ടിയ ശമ്പളത്തേക്കാൾ കൂടുതൽ വരുമാനമുണ്ടെന്നാണ് കോടതി കണ്ടത്. ഓഹോ. പക്ഷേ അതിനേക്കാൾ പ്രധാനമായി കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? സ്മിത ഈ ബിസിനസ്സുകളുടെ കാര്യം തന്റെ ആദ്യത്തെ അപേക്ഷയിൽ പറഞ്ഞിരുന്നില്ല, അത് മറച്ചുവെച്ചു. ശരിക്കോ? അതെ, തൊഴിലുടമ ഈ ലൈസൻസും മറ്റും ഹാജരാക്കിയതിനു ശേഷമാണ് സ്മിത ഇത് സമ്മതിച്ചത്. ഈ വിവരം മറച്ചുവെച്ചത് കോടതി വളരെ ഗൗരവമായിട്ടാണ് കണ്ടത്. കാരണം കോടതിയെ സമീപിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയണമെന്നാണല്ലോ. തീർച്ചയായും ക്ലീൻ ഹാൻഡ്സുമായി വരണമെന്ന് പറയില്ലേ, അതിവിടെ ബാധകമായി. അപ്പോ മതിയായ വരുമാനമുള്ള സ്വയം തൊഴിലുണ്ടായിരുന്നു, ആ വിവരം ആദ്യം വെളിപ്പെടുത്തിയില്ല. ഈ രണ്ട് കാര്യങ്ങൾ സ്മിതയുടെ ആവശ്യത്തിന് എതിരായി വന്നു. അതെ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സെക്ഷൻ 17B പ്രകാരമുള്ള ഇടക്കാല ശമ്പളത്തിനുള്ള സ്മിതയുടെ അപേക്ഷ ഹൈക്കോടതി തള്ളിയത്. അപ്പോ പ്രധാന കേസ്, അതായത് തിരിച്ചെടുക്കാനുള്ള ലേബർ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്യുന്ന ഹർജി, അതിനി പരിഗണിക്കും. അതെ, അത് പിന്നീട് പരിഗണിക്കും. അപ്പോ ഈ കേസിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യമെന്താണ്? പ്രധാനമായും സെക്ഷൻ 17Bയിലെ തൊഴിൽ എന്ന വാക്കിന്റെ വ്യാഖ്യാനം കുറച്ചുകൂടി വിശാലമായി. അതായത് മതിയായ വരുമാനം നൽകുന്ന സ്വയം തൊഴിലും ഒരു തരത്തിലുള്ള എംപ്ലോയ്മെന്റായി കണക്കാക്കാം എന്നീ വിധി പറയുന്നു. സുപ്രീം കോടതിയുടെ മുൻ നിരീക്ഷണങ്ങളുടെ ഒരു തുടർച്ചയാണിത്. അതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്, കോടതിയുടെ മുന്നിൽ പോകുമ്പോൾ ഒന്നും ഒഴിച്ചുവെക്കരുതല്ലേ? വളരെ ശരിയാണ്. സത്യസന്ധതയുടെ പ്രാധാന്യം. വിവരങ്ങൾ മറച്ചുവെക്കുന്നത് നമുക്ക് തന്നെ ദോഷകരമായി മാറും. പിന്നെ ഇത് വേറൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. എന്താണത്? ആണല്ലോ, പക്ഷേ ആ തൊഴിലാളിക്ക് വേറെ നല്ല വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ കോടതി എങ്ങനെ ആ നിയമത്തിന്റെ ലക്ഷ്യവും യാഥാർത്ഥ്യവും തമ്മിലൊരു ബാലൻസ് കണ്ടെത്തണം? അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒരു കാര്യം കൂടി ഓർക്കണം, ഈ സെക്ഷൻ 17B പ്രകാരം കൊടുക്കുന്ന പണമുണ്ടല്ലോ, അത് സാധാരണഗതിയിൽ അവസാനം കേസിൽ തൊഴിലുടമ ജയിച്ചാൽ പോലും തിരിച്ചുപിടിക്കാൻ പറ്റില്ല, നോൺ റിക്കവറബിൾ ആണ്. അതെ. അങ്ങനെയുള്ളപ്പോൾ ഒരു തൊഴിലാളിക്ക് കാര്യമായ വരുമാനമുള്ള എന്നാൽ വെളിപ്പെടുത്താത്ത ഒരു സ്വയം തൊഴിലുണ്ടെങ്കിൽ അത് ഈ നിയമം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നീതിയെ എങ്ങനെ ബാധിക്കും? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.